എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങളാണെങ്കിൽ ഒന്ന് ചാനൽ ഒന്ന് സബ് ചെയ്യുക, ഒപ്പം തന്നെ ഷെയർ ചെയ്യുക. അപ്പം കമൻ്റൊക്കെ ഒന്ന് ചെയ്യുക, എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. ഒപ്പം തന്നെ 2024 വിഷുഫലമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം മേടമാസം തൊട്ടുള്ള മീനമാസം വരെയുള്ള ചോദ്യ നക്ഷത്രത്തിൻ്റെ ഫലമാണ്. അപ്പോൾ നമുക്ക് മേടമാസത്തിലുള്ള ചോദ്യ നക്ഷത്രക്കാരുടെ ഫലം നോക്കാം. അപ്പോൾ മേടമാസം തന്നെ ചോദ്യ നക്ഷത്രക്കാർക്ക് എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും കാര്യങ്ങളൊക്കെ വന്നു ഭവിക്കുന്നതാണ്. ഒപ്പം തന്നെ ആഹാര സാധനങ്ങൾ കൂടുതൽ അവർക്ക് കഴിക്കാനുള്ള അവസരങ്ങളുണ്ട്. അതായത് നമ്മളൊരു ഉദാഹരണത്തിന് ഒരു യാത്ര പോകുമ്പോഴത്തേക്കും ചിലപ്പോൾ നമ്മൾ കയ്യിൽ നിന്ന് കാശ് മുടക്കിയാണ് എല്ലാവരും ഭക്ഷണം കഴിക്കുന്നത്. അപ്പം നമ്മൾ അങ്ങനെ ഒരു സമയത്ത് നമ്മൾ പല രീതിയിലുള്ള കൂട്ടുകാരെ കണ്ടുമുട്ടാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അവരുടെ ഒരു സന്തോഷത്തിന് അവർ ഫുഡിന് പൈസ കൊടുത്തോളാം. അങ്ങനെ നമുക്ക് എല്ലാ രീതിയിലുള്ള അടുക്കളയിൽ നമുക്ക് ഒത്തിരി എന്താ പറയുക സാധനങ്ങൾ കൊണ്ട് നിറയും, സാമ്പത്തിക ലാഭങ്ങൾ ഉണ്ടാകും. അപ്പോൾ നമ്മൾ എവിടെ ചെന്നാൽ ആഹാരത്തിന് ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. നല്ല രീതിയിലുള്ള ആഹാരങ്ങൾ കഴിക്കാനും നമ്മളെപ്പോഴും ശരീരം ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്ന ഒരു മാസമാണ് മേടമാസം. അപ്പോൾ മേടമാസത്തിലെ നിലവിലെ ദോഷങ്ങളൊക്കെ മാറിപ്പോകാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട വഴിപാട് എന്താണെന്ന് വെച്ചാൽ ലക്ഷ്മി ദേവി ഇരിക്കുന്ന ക്ഷേത്രത്തിൽ അവിടെ ലക്ഷ്മി ദേവിക്ക് നെയ്വിളക്ക് ഇടുന്നത് വളരെ അധികം ഉത്തമമാണ്. അപ്പോൾ നെയ്വിളക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നെഗറ്റീവിനെ മാറി ദോഷങ്ങളൊക്കെ മാറി പോസിറ്റീവ് എനർജിക്ക് വേണ്ടിയാണ് നമ്മൾ ലക്ഷ്മി ദേവിക്ക് നെയ്വിളക്ക് കത്തിക്കുന്നത്. ഒപ്പം തന്നെ സാമ്പത്തികപരമായിട്ടുള്ള നല്ല പുരോഗതിയുള്ള ഒരു മാസം കൂടെയാണ് മേടമാസം. നമുക്ക് ഇടവമാസത്തിലേക്ക് വരുവാണെങ്കിൽ ഒത്തിരി മനപ്രയാസങ്ങളെ ഉള്ളതുകൊണ്ട് നമ്മൾ ദൂര വീടുകളിൽ നമ്മൾ മാറി താമസിക്കേണ്ടി വരും. ഇപ്പം ഭാര്യയായിട്ട് വഴക്കിട്ടുമ്പോൾ നമ്മളെന്നാൽ കുറച്ചുകൂടെ മാറി താമസിക്കാം, അല്ലെങ്കിൽ കൂട്ടുകാരായിട്ട് വഴക്കിട്ട് നമ്മുടെ നാട് വിട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾക്ക് പോകും. കഴിവതും ഈ ദോഷങ്ങൾ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ വനദുർഗാ മന്ത്ര അർച്ചന ചെയ്യുന്നത് വളരെയധികം ഉത്തമമായിരിക്കും. അപ്പോൾ ഈ ഒരു ദോഷത്തിൻ്റെ കാഠിന്യങ്ങളൊക്കെ കുറയുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ സ്പീഡപ്പ് ആകും. ഒപ്പം തന്നെ മിഥുനമാസത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എപ്പോഴും വഴക്കായിരിക്കും. അവർ നിസ്സാര കാര്യം മതി, ആ വഴക്ക് ചില ആവശ്യമില്ലാത്ത കാര്യമായിരിക്കും. നിസ്സാരമായ വഴക്കുകൾ വലുതാക്കി ഇങ്ങനെ മിഥുനമാസം മൊത്തവും കഴിയും. അപ്പോൾ ഈ ഒരു ദോഷങ്ങൾ നമ്മൾ മാറാൻ വേണ്ടി ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിച്ച് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ചെന്നിട്ട് നാരങ്ങമാല കൊടുക്കുന്നത് വളരെയധികം ഉത്തമം. ഒറ്റ ഒരു നാരങ്ങമാല കൊടുത്താൽ മതി. അപ്പം ഭഗവാനോട് ദോഷങ്ങൾ മാറണമെന്ന് പ്രാർത്ഥിക്കുക. ഒപ്പം തന്നെ കർക്കിടക മാസത്തിലെ ചോദ്യ നക്ഷത്രക്കാരെ സംബന്ധിച്ച് രോഗദുരിതങ്ങൾ അടിക്കടി വന്നുകൊണ്ടിരിക്കുന്ന ഒരു മാസമാണ് കർക്കിടക മാസം. അപ്പോൾ ഈ രോഗദുരിതങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ മഹാദേവ ക്ഷേത്രത്തിൽ പോയിട്ട് മൃത്യുഞ്ജയ ഹോമോ ജലധാര കഴിക്കുന്നത് വളരെ അധികം ഉത്തമമായിരിക്കും. അപ്പോൾ ഇവർക്ക് കാലാവസ്ഥ കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളും വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കണ്ടെത്തുന്ന ഒരു വഴിപാടും കൂടെയാണ് മൃത്യുഞ്ജയ ഹോമവും ജലധാരയും. ഒപ്പം തന്നെ ചിങ്ങമാസം ചോദ്യ നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും ഒരു തടസ്സങ്ങളും ഇല്ലെങ്കിൽ ആപത്ത്, അതായത് ആപത്തെന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ചുമ്മാ ഓരോ പ്രശ്നങ്ങൾ വരിക, കാല് മുറിയുക, കൈ മുറിയുക, അങ്ങനെ ചെറിയ പ്രശ്നങ്ങൾ. നമ്മൾ പാചകം ചെയ്യുമ്പോഴത്തേക്ക് കൈ ഒന്ന് മുറിയുക, ഇല്ലെങ്കിൽ നമ്മൾ ചുമ്മാ നടക്കുന്ന വഴിക്കൊന്ന് വീഴുക, എല്ലാ കാര്യങ്ങൾക്കും ഒരു തടസ്സമാണ് ചിങ്ങമാസം. അപ്പോൾ ഈ ചിങ്ങമാസത്തിലെ തടസ്സങ്ങളെ നമ്മൾ ദോഷങ്ങൾ മാറാൻ വേണ്ടി ഭഗവതി ഇരിക്കുന്ന ക്ഷേത്രത്തിൽ ഭഗവതി സേവ ചെയ്യുന്നത് നമ്മുടെ പേർക്ക് വളരെ അധികം ഉത്തമമായിരിക്കും. ചോദ്യ നക്ഷത്രക്കാർ മനസ്സിലെ പ്രയാസങ്ങളൊക്കെ മാറി നമുക്ക് സന്തോഷമായിട്ടുള്ള അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ചിങ്ങമാസത്തിൽ വരുന്നതാണ്. അപ്പോൾ ഭഗവതി സേവയാണ് ഇതിനുള്ളൊരു പരിഹാരം. ഭഗവതി സേവ ചെയ്ത് പങ്കെടുത്ത് ആ ഒരു പ്രസാദം നമ്മുടെ വീട്ടിൽ കൊണ്ടുവെക്കണം. അത് അവിടെ എഴുതിച്ചാൽ പോരാ, അത് നമ്മൾ പങ്കെടുത്ത് അതിൻ്റെ ഒരു പ്രസാദം മേടിക്കണം. ഒപ്പം തന്നെ കന്നിമാസത്തിൽ ചോദ്യ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ആരോഗ്യം കാര്യങ്ങളൊക്കെ മെച്ചപ്പെടുന്ന ഒരു മാസമാണ് കന്നിമാസം. എല്ലാ വിധത്തിലുള്ള കാര്യങ്ങൾക്ക് അവർക്ക് സന്തോഷിക്കാം. അവരുടെ ദോഷകാലങ്ങളൊക്കെ മാറി, അതായത് നിലവിൽ മരുന്ന് കഴിക്കുന്ന ചോദ്യ നക്ഷത്രക്കാരാണെങ്കിൽ അതിനൊക്കെ ഒരു ശമനം ഉണ്ടാകും. ഗുളികളുടെ അളവുകളൊക്കെ കുറയ്ക്കാം. ഒപ്പം തന്നെ ആരോഗ്യപരമായിട്ട് ഇരിക്കുന്ന ഒരു മാസവും കൂടെയാണ് കന്നിമാസം. അപ്പോൾ ഈ ആരോഗ്യ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടി കൃത്യമായ ഡോക്ടർ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക, ഡോക്ടറെ കാണിക്കുക. ഒപ്പം തന്നെ വാർദ്ധക്യ സഹജങ്ങളും അസുഖങ്ങളും ദോഷത്തിൻ്റെ കാഠിന്യം കൊണ്ട് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട നവഗ്രഹം ഇരിക്കുന്ന ക്ഷേത്രത്തിൽ 9 വലത്ത് വെച്ച് നവഗ്രഹാർച്ചന ചെയ്യുന്നത് വളരെയധികം ഉത്തമമാണ് ഈ ഒരു ദോഷത്തിന് പരിഹാരം കന്നിമാസത്തിൽ. ഒപ്പം തന്നെ തുലാമാസത്തിലെ ചോദ്യ നക്ഷത്രക്കാരെ സംബന്ധിച്ചുള്ള ഒത്തിരി കഷ്ടകാലങ്ങളും പ്രശ്നങ്ങളൊക്കെ വരും. അതായത് മനസ്സ് വല്ലാതെ വേദനിക്കുക, മക്കളെ കൊണ്ട് ഓർത്തുള്ള വേദന, ഇല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവർക്കുള്ള ഓർത്തൊരു ദുഃഖങ്ങൾ എപ്പോഴും നമ്മുടെ മനസ്സ് കരഞ്ഞുകൊണ്ടിരിക്കും, നമുക്ക് ദുഃഖങ്ങളുണ്ടാകും. അപ്പോൾ ദുഃഖങ്ങളും കാര്യങ്ങളും മാറാൻ വേണ്ടി നമ്മൾ തുലാമാസത്തിൽ ചെയ്യേണ്ട ശനി ഭഗവാനെ
നീലാഞ്ജനം ചെയ്യുക, ശനീശ്വര പൂജ നടത്തുമ്പോൾ ഈ ഒരു ദോഷകാര്യങ്ങൾ മാറുന്നതായിരിക്കും ചോദ്യ നക്ഷത്രക്കാർക്ക്. ഒപ്പം തന്നെ വൃശ്ചിക മാസത്തിൽ എല്ലാ ചോദ്യ നക്ഷത്രക്കാർക്കും എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും മംഗളങ്ങളും അവർ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുകയും നല്ല നല്ല കാര്യങ്ങൾ കേൾക്കാനും നല്ല നല്ല ചിന്തകളിലേക്ക് പോകാനും പുതിയ പുതിയ കൂട്ടുകാരെ കണ്ടെത്താനും ചോദ്യ നക്ഷത്രക്കാർക്ക് വൃശ്ചിക മാസം ഗുണം ചെയ്യും. അപ്പോൾ ഈ ഒരു ദോഷത്തിൻ്റെ കാര്യങ്ങൾ മാറാനും കാര്യങ്ങൾ സ്പീഡപ്പായിട്ട് നടക്കാനും ത്രിപുരസുന്ദരി മന്ത്രാർച്ചന ദേവീ ക്ഷേത്രത്തിൽ 7 തവണ ചെയ്യുന്നത് വളരെ അധികം ഉത്തമമായിരിക്കും. ഒപ്പം തന്നെ നമുക്ക് ധനുമാസത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളും തടസ്സങ്ങളും ചോദ്യ നക്ഷത്രക്കാർക്ക് ആദ്യം വരുമെങ്കിലും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ധനുമാസം അവർക്ക് എല്ലാ വിധത്തിലുള്ള തൊഴിൽ രഹിതയിൽ സാമ്പത്തികം അവർ ഉദ്ദേശിക്കുന്ന വാഹനങ്ങളൊക്കെ അവരെ തേടി വരും. നിലവിൽ വാഹനം ഉണ്ടെങ്കിൽ ഒന്നും കൂടെ നമുക്ക് മേടിക്കാം. അപ്പോൾ ആ വാഹനം മേടിക്കാനുള്ള ഒരു സാമ്പത്തിക ഉള്ള ഒരു മാസവും കൂടെ ആയിരിക്കും ധനുമാസം. വാഹനമില്ലാത്തവർക്കൊക്കെ വാഹനം മേടിക്കാനുള്ള ഒരു ചിന്ത ഉണ്ടാകും. ഒപ്പം തന്നെ സാമ്പത്തികം വന്നുകൂടും. അപ്പോൾ ഈ ഒരു ദോഷങ്ങളും തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് സ്പീഡപ്പ് ആകാൻ വേണ്ടി നമ്മൾ അശ്വാരൂഢ മന്ത്രം കൊണ്ട് ദേവീ ക്ഷേത്രത്തിൽ 7 തവണ അർച്ചന ചെയ്യുന്നത് വളരെയധികം ഉത്തമമാണ്. മകരമാസത്തിൽ അവർക്ക് ജോലിയിൽ പുരോഗതി ഉണ്ടാകും. നിലവിൽ ജോലി ചെയ്യേണ്ടിയിരിക്കുന്ന ചിത്തിര നക്ഷത്രക്കാർക്ക് സ്ഥലമാറ്റം ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് കിട്ടും. ഒപ്പം തന്നെ ഉയർന്ന ശമ്പളത്തോടു കൂടിയുള്ള ജോലി കിട്ടും. നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് വേറെ എടുത്ത് കയറാനുള്ളൊരു അവസരം, ജോലി ഇല്ലാത്തവർക്ക് തൊഴിൽ നല്ലപോലെ കിട്ടുന്ന ഒരു മാസമാണ് മകരമാസം. എന്തുകൊണ്ടും അവർക്ക് ഈ കാര്യങ്ങൾ സ്പീഡപ്പാനും ദോഷങ്ങൾ വരാതിരിക്കാനും നമ്മൾ അശ്വാരൂഢ മന്ത്രം തന്നെയാണ് നമുക്ക് ഏറ്റവും ഉത്തമം. അശ്വാരൂഢ മന്ത്രത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ ഭക്ഷ്യശക്തിക്ക് ഉപയോഗിക്കുന്നതാണ്. അത് താമര കൊണ്ട് ചെയ്യുമ്പോഴത്തേക്ക് കൂടുതൽ നമ്മുടെ ദോഷങ്ങൾ മാറി നമുക്ക് നെഗറ്റീവിനെ മാറ്റി പോസിറ്റീവ് എനർജിക്ക് വേണ്ടിയാണ് നമ്മൾ അശ്വാരൂഢ മന്ത്രം ചെയ്യേണ്ടത്. അത് ദുർഗാസങ്കല്പമുള്ള ക്ഷേത്രത്തിൽ ഒരു തിരുമേനിയോട് പ്രത്യേകമായിട്ട് പറഞ്ഞു വേണം ഈ അശ്വാരൂഢ മന്ത്രം. അത് താമര കൊണ്ട് തന്നെ ചെയ്യുക, അതിൻ്റെ ഒരു ഐശ്വര്യം ഫലവും നമുക്ക് കിട്ടത്തുള്ളൂ. ഒപ്പം തന്നെ കുംഭമാസത്തെ ചോദ്യ നക്ഷത്രക്കാരെ കുറിച്ച് പറയുവാണെങ്കിൽ അവർക്ക് ചുമ്മാ ശരീരത്ത് വേദന ഉണ്ടാകും. അതായത് ചുമ്മാ ഇരിക്കുന്ന കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഓർത്ത് അവർ ദുഃഖിച്ചുകൊണ്ടേയിരിക്കും. അതായത് ഇപ്പോൾ ഉള്ള കാര്യങ്ങളല്ല, നമുക്ക് കഴിഞ്ഞു പോയ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളുണ്ടല്ലോ, അപ്പോൾ അവർ അതിനെക്കുറിച്ച് ഇങ്ങനെ ദുഃഖിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ ഒരു ദോഷങ്ങളോ കാര്യങ്ങളോ നമുക്ക് ഇല്ലാതാക്കാനും കുംഭമാസം നല്ല ഐശ്വര്യമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി നമ്മൾ ദേവീ ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഒരു തൃഷ്ടുപ്പ് ഹോമോ തൃഷ്ടുപ്പ് കൊണ്ട് അർച്ചന ചെയ്യുന്നത് വളരെയധികം ഉത്തമമായിരിക്കും ചോദ്യ നക്ഷത്രക്കാർ. ഒപ്പം തന്നെ എല്ലാ വിധത്തിലുള്ള ദോഷങ്ങളും മാറുന്നതായിരിക്കും. ഒപ്പം തന്നെ ധനുമാസം ചോദ്യ നക്ഷത്രക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും ഭാഗ്യങ്ങളും അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് വരുന്നതായിരിക്കും. അവർക്ക് നല്ല രീതിയിലുള്ള പ്രവർത്തന മണ്ഡലം ചിന്തം, അതായത് മനസ്സിന് നല്ല നല്ല ഐഡിയകളൊക്കെ വന്ന് അവർക്ക് എല്ലാ കാര്യങ്ങൾക്കും വിജയിക്കാൻ പറ്റും. ഒപ്പം തന്നെ ചോദ്യ നക്ഷത്രക്കാർക്ക് ധനുമാസത്തിലെ ദോഷങ്ങൾ വരാതിരിക്കാൻ വേണ്ടി മഹാവിഷ്ണു ഇരിക്കുന്ന ക്ഷേത്രത്തിൽ തുളസിമാല കൊടുത്ത് സുദർശന മന്ത്ര അർച്ചന ചെയ്യുന്നത് വളരെയധികം ഉത്തമമാണ്. 7 സുദർശന മന്ത്ര അർച്ചന ചെയ്യുക. ഒപ്പം തന്നെ നിലവിലുള്ള ഈ നക്ഷത്രക്കാർക്ക് ഭാഗ്യങ്ങളൊക്കെ ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണെന്നറിയാമോ? അവർ വീടിൻ്റെ അടുത്തുള്ള സർപ്പക്ഷേത്രത്തിൽ പോകാതിരിക്കുക, ഇല്ലെങ്കിൽ അവിടെ രക്ഷസുണ്ടെങ്കിൽ പാൽപ്പായസം കൊടുക്കാതിരിക്കുക, അച്ഛൻ വഴി അമ്മ വഴി കുടുംബക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ പോകാതിരിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാതിരിക്കുവാണെങ്കിൽ നമ്മുടെ ജാതകത്തിൽ നല്ല നല്ല ഭാഗ്യങ്ങൾ നമുക്ക് കിട്ടാതെ ഇരിക്കും. അപ്പോൾ അത് വളരെ അധികം ചോദ്യ നക്ഷത്രക്കാർ ശ്രദ്ധിക്കുക. അവർക്ക് ചില യൂട്യൂബൊക്കെ കണ്ടിട്ട് പറയുന്നുണ്ട്, ചില ആൾക്കാർ ചോദ്യ നക്ഷത്രക്കാർ വിഷുഫലം നല്ലത് പറഞ്ഞ്, ചില ആൾക്കാർ ചീത്ത പറഞ്ഞ്. പക്ഷേ നല്ലത് പറഞ്ഞാലും ചീത്ത പറയുന്നത് ദുരിതം മൊത്തം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ അതിന് കാരണം നമ്മൾ അച്ഛൻ വഴി അമ്മ വഴി ക്ഷേത്രത്തിൽ പോകാതിരിക്കുക. കുടുംബക്ഷേത്രം എന്ന് പറയും. വീടിൻ്റെ അടുത്തുള്ള കാവിൽ എണ്ണ കൊണ്ടോ കൊടുക്കാതിരിക്കുക, രക്ഷസന് പാൽപ്പായസം കൊടുക്കാതിരിക്കുക, ദേശദേവതയെ പ്രീതിപ്പെടുത്താതിരിക്കുക. നമ്മൾ ഒരു ഉപാസകനാണെങ്കിൽ ആ ഉപാസനമൂർത്തിയെ മാത്രം പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ചെയ്യുക. എല്ലാം എൻ്റെ ഉപാസനമൂർത്തി മാറ്റിത്തരാനുള്ള വിശ്വാസമുണ്ട്. പിന്നെ ജ്യോതിഷ വിധിപ്രകാരമുള്ള പ്രശ്നങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. അപ്പോൾ എന്തെങ്കിലും ചോദ്യ നക്ഷത്രക്കാർക്ക് ദോഷങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള പരിഹാരമുണ്ട്. ഒരു ചോദ്യ നക്ഷത്രക്കാരന് പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഈശ്വരൻ പൂർണ്ണമായിട്ട് മാറ്റും. ഒപ്പം തന്നെ നമ്മളും ഇതിനുള്ളൊരു ബോധവാന്മാരാകണം അല്ലേ. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, മരുന്ന് കഴിക്കാതെ മന്ത്രം കൊണ്ട് അസുഖം ഒരിക്കലും മാറില്ല. നമ്മൾ ഡോക്ടറെ പോയി കണ്ടു. ഇപ്പോൾ ഡോക്ടർ നമ്മളൊരു ഓപ്പറേഷൻ ചെയ്യുമ്പോഴത്തേക്ക് ഡോക്ടർ പറയും നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറയും അല്ലേ. അപ്പോൾ താൻ ബാധി ദൈവം ബാധി അല്ലേ. അപ്പം നമ്മുടെ കർമ്മങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് ചെയ്യുക, ഈശ്വരൻ്റെ കർമ്മം ഈശ്വരൻ ചെയ്യുക. അപ്പോൾ പറഞ്ഞ വഴിപാടുകളൊക്കെ ചെയ്ത് ചോദ്യ നക്ഷത്രക്കാർ ഒരു വർഷക്കാലം സന്തോഷമായിട്ടിരിക്കട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാം. നമസ്കാരം.